നമസ്കാരം. എന്താണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്നും പിന്നെ അതിന്റെ ഓരോന്നിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും ഇതിനു മുന്നേ ഉപയോഗിച്ചതാണ്, പറഞ്ഞതുമാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്താണ്. എക്സാമ്പിൾ ഒക്കെ ചെയ്തപ്പോൾ പല ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടുമുണ്ട്. അതിന്റെ ഒരു സമ്മറി എന്നുള്ള രീതിയിൽ ഈ ഒരു സെഷൻ ചെയ്യുന്നു എന്നുള്ളൂ. ആദ്യത്തെ ചോദ്യം എന്താണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ന്യൂറൽ നെറ്റ്വർക്കിൽ നോൺ ലീനിയാരിറ്റി കൊണ്ടുവരാനാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. അത്തരത്തിലൊരു ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് എല്ലാ ഫംഗ്ഷനും ആക്ടിവേഷൻ ഫംഗ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുമോ? അതിന് ചില ഗുണങ്ങളൊക്കെ വേണം അല്ലേ? അപ്പൊ അത്രയും ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത് ആ ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. കാര്യം ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രേഡിയന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഡിസ്ക്രീറ്റ് ആവരുത്, ഒരു കണ്ടിന്യൂസ് ഫോമിലുള്ള ഫംഗ്ഷൻ ആയിരിക്കണം. നിങ്ങളുടെ ഇൻപുട്ട് വാല്യൂസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഔട്ട്പുട്ട് വാല്യൂസ് വല്ലാതെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ടൈപ്പ് ആവരുത്. കാൽക്കുലേഷന് ഈസി ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പൊ ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം എന്തിനു വേണം? ആക്ടിവേഷൻ ഫംഗ്ഷൻസിന് വേണം. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ചില ആക്ടിവേഷൻ ഫംഗ്ഷൻസിനെ ഒന്ന് പരിചയപ്പെടാം. പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ആണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇത് പലതും മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്, ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സിഗ്മോയിഡ് എവിടെയായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്? ലോജിസ്റ്റിക് റിഗ്രഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഫംഗ്ഷൻ ആണ് സിഗ്മോയിഡ്. സോ സിഗ്മോയിഡ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു പ്രോബബിലിറ്റി പ്രിഡിക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും നിങ്ങളുടെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 1 ആയിരിക്കും. ആ റേഞ്ച് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക, കാരണം പല ആപ്ലിക്കേഷനിലും ആ റേഞ്ചിന് പ്രാധാന്യമുണ്ട്. സിഗ്മോയിഡിന് എപ്പോഴും റേഞ്ച് വരുന്നത് 0 to 1 ആയിരിക്കും. ഈ ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇതിന് ചില പോരായ്മകളൊക്കെ ഉണ്ട്. ഒന്ന്, ട്രെയിനിങ് സ്ലോ ഡൗൺ ആവുന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം അതിന്റെ സാച്ചുറേഷൻ പോയിന്റ്സിൽ, അതായത് ഇത് 1ലേക്കോ അല്ലെങ്കിൽ 0ലേക്കോ അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ ഗ്രേഡിയന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇത് വളരെ കുറവാണ്. ഓൾമോസ്റ്റ് ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് ഇവിടേക്ക് വരുന്നത്. അത് കാരണം ട്രെയിനിങ് വളരെ സ്ലോ ആവും. പിന്നെ 0 സെന്റേഡ് അല്ല എന്നുള്ളതാണ്. 0 സെന്റേഡ് ആവാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ടിവേഷൻ നിങ്ങളുടെ നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും കൃത്യമായിട്ട് കൺസിഡർ ചെയ്തോളണമെന്നില്ല. എന്തുകൊണ്ട് 0 സെന്റേഡ് അല്ല എന്ന് പറയുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ എക്സിന്റെ വാല്യൂ ഏകദേശം 0നും 1നും ഇടയ്ക്ക് വരുമ്പോഴാണ് ഈ ഒരു ഫംഗ്ഷൻ 0 ആവുന്നത്. അടുത്ത പ്രധാന പ്രശ്നം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടേഷണലി ഇത് എക്സ്പെൻസീവ് ആണ്. ഇത്തരം പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും സിഗ്മോയിഡ് പല സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്, എസ്പെഷ്യലി ലോജിസ്റ്റിക് റിഗ്രഷൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ LSTM ഉപയോഗിക്കുന്നുണ്ട്. എന്താ LSTM എന്നൊന്നും ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഒരുപാട് അപ്ലിക്കേഷൻ ഉള്ള ഒരു ആക്ടിവേഷൻ ഫംഗ്ഷന് സിഗ്മോയിഡിന് പറയാൻ വയ്യ. അടുത്ത ആളാണ് TANH, ഹൈപ്പർബോളിക് ടാൻജന്റ് ആക്ടിവേഷൻ ഫംഗ്ഷൻ. ഇതിന്റെ വാല്യൂ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇറ്റ്സ് വേരീസ് ഫ്രം -1 to 1. സിഗ്മോയിഡ് 0 to 1 ആണെങ്കിൽ ഇയാള് -1 to 1 ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ടാനച്ചിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 to 1 ആണ്. അതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ നെഗറ്റീവ് ഇൻപുട്സ് എല്ലാം നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. പിന്നെ 0 ഇൻപുട്ടിനെ 0 ആയിട്ട് തന്നെയാണ് മാപ്പ് ചെയ്യുക. ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. നമുക്കറിയാം TANH ഡിഫറൻഷ്യബിൾ ആണ്. പക്ഷെ നേരത്തെ അതേ പ്രശ്നം എവിടെയുണ്ട്. ഗ്രേഡിയന്റ് കുറവായിരിക്കും സാച്ചുറേഷനിലേക്ക് വരുന്നതിനനുസരിച്ച്. ആ ഫംഗ്ഷന്റെ ഒരു സ്റ്റൈല് നിങ്ങൾ നോക്കുക. നേരത്തെ സിഗ്മോയിഡിന്റെ ഏതാണ്ട് സമാനമായിട്ടുള്ളൊരു ഫംഗ്ഷൻ തന്നെയാണ് TANHും. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് സ്ലോ ഡൗൺ ആവും. TANH 0 സെന്റേഡ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് TANHന്റെ പ്രത്യേകതകൾ. TANHും ഈ പറഞ്ഞ പോലെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ള സാധനമല്ല, എങ്കിലും പല സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. വീണ്ടും മനസ്സിലേക്ക് വരുന്നത് LSTM ആണ്. മാത്രമല്ല ഇത് കമ്പ്യൂട്ടേഷണൽ എക്സ്പെൻസീവും കൂടിയാണ്. അടുത്ത ആളെ പരിചയപ്പെടാം. ReLU, റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ്. ന്യൂറൽ നെറ്റ്വർക്കിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരാളാണ് ReLU. എന്തുകൊണ്ടായിരിക്കാം ReLU ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? നെഗറ്റീവ് ഇൻപുട്സിനെ നെഗറ്റീവായിട്ട് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. 0 ഇൻപുട്ടിനെ മാപ്പ് ടു 0. ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. ഗ്രേഡിയന്റ് സാച്ചുറേഷൻ ഇല്ല, 0 സെന്റേഡ് ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, നെഗറ്റീവ് വാല്യൂസ് വന്ന ഉടനെ എന്ത് ചെയ്യും? അത് 0 ആവുകയാണ് ചെയ്തത്. ആ ഫംഗ്ഷൻ നോക്കുക. അത് കാരണം എന്ത് പറ്റും? ഡാറ്റയെ ഫിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി കുറച്ച് കുറയും. നെഗറ്റീവിനെ കൃത്യമായിട്ട് നെഗറ്റീവായിട്ട് തന്നെയല്ല മാപ്പ് ചെയ്യുന്നത്, 0 ആയിട്ടാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഏത് നെഗറ്റീവ് വാല്യൂ ഇൻപുട്ട് വന്നാലും അതിനെ 0 ആയിട്ടാണ് മാപ്പ് ചെയ്യുക. പോസിറ്റീവിനെ പോസിറ്റീവായിട്ട് തന്നെ മാപ്പ് ചെയ്യും. ഇതാണ് ReLUവിന്റെ ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് കോൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്കിലും ഡീപ് ലേണിംഗിലും ഉപയോഗിക്കുന്ന ഒരാളാണ് ReLU. അതിനുള്ള പ്രധാന കാരണം ഇത് കമ്പ്യൂട്ടേഷണലി ഇൻഎക്സ്പെൻസീവ് ആണ്. TANH പോലെയോ സിഗ്മോയിഡ് പോലെയോ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ല ReLU. ഇപ്പോൾ ReLUവിന് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് ലീക്കി ReLU വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത് എന്താണ്? ReLUവിന്റെ ഡൈയിങ് പ്രോബ്ലം എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്? നെഗറ്റീവ് വാല്യൂസ് എല്ലാം 0 ആവുന്ന ഒരു അവസ്ഥ. അതിനെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ലീക്കി ReLU വരുന്നത്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -∞ to +∞ ആണ്. ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്, 0 സെന്റേഡ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്രേഡിയന്റ് സാച്ചുറേഷന്റെ വിഷയമില്ല. കമ്പ്യൂട്ടേഷണലി ഇൻഎക്സ്പെൻസീവ് ആണ്, കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് എളുപ്പത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ലീക്കി ReLUവിന്റെ പ്രത്യേകതകൾ. അടുത്തത് വരുന്നതാണ് മാക്സ് ഔട്ട്. ഇത് അധികം ഉപയോഗിക്കാറില്ല. ഇത് ReLUവിന്റെ ഒരു ജനറലൈസേഷൻ ആണ്, പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ എവിടെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല. അടുത്തത് വരുന്നതാണ് ReLU. ReLUവിന്റെ ഒരു മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ തന്നെ ReLUവിനെയും കാണാം.
കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എലു എന്ന് പറയുന്നത്. പക്ഷേ എലുവിന് ഇവിടെ ഒരു അഡീഷണൽ കോൺസ്റ്റന്റ് വരുന്നുണ്ട് ആൽഫ. അതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. ഇതിന്റെയൊക്കെ വ്യത്യാസം എവിടെ വരുന്നതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. എല്ലായിടത്തും ആ നെഗറ്റീവ് ഭാഗം വരുന്നിടത്താണ് ഇതിന്റെയൊക്കെ വ്യത്യാസം ഉള്ളത്. പോസിറ്റീവ് വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. പക്ഷേ നെഗറ്റീവ് വാല്യൂസ് എങ്ങനെ മാപ്പ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇതിന്റെയൊക്കെ വ്യത്യാസം വരുന്നത്. റെലുവിന് നല്ലൊരു ആൾട്ടർനേറ്റീവ് ആണ് എലുവിന് നെഗറ്റീവ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണോ ഇൻപുട്ട് വാല്യൂ മാറുന്നത് അതിനനുസരിച്ച് ഔട്ട്പുട്ട് വാല്യൂം അതേ രീതിയിൽ മാറാൻ ഈ ഒരു ഫംഗ്ഷന് കഴിയും. അതുകൊണ്ട് തന്നെ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to infinity ആണ്. 0 വരാൻ കാരണം എക്സ് പോസിറ്റീവ് ആണെന്നുള്ളതുകൊണ്ടാണ്. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നെഗറ്റീവ് ആയിട്ട് തന്നെ മാപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്രയും ആക്ടിവേഷൻ ഫംഗ്ഷൻസിനൊക്കെ പരിചയപ്പെടുത്തു. നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം ഇതിൽ ഏത് ഞാൻ ഉപയോഗിക്കണം? നമ്മുടെ കോൺടാക്സ്റ്റ് ഡീപ്പ് ലേണിംഗ് ആണ്. എസ്പെഷ്യലി നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് കോൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കണ്ടുവരുന്ന ആൾ റെലു ആണ്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ റെലു വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് കൺസിഡർ ചെയ്യാനുള്ള ആൾക്കാരാണ് റെലുയുടെ തന്നെ മോഡിഫിക്കേഷൻ ആയിട്ടുള്ള ലീക്കി റെലു അല്ലെങ്കിൽ എലു. സിഗ്മോയിഡ്, മാക്സ് ഔട്ട് ഇത്തരം കാര്യങ്ങളൊന്നും കഴിയുന്നത് ഇപ്പോൾ ഉപയോഗിക്കാറില്ല. ഇത്രയും കാര്യങ്ങളാണ് ആക്ടിവേഷൻ ഫംഗ്ഷനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് ഡീപ്പ് ലേണിംഗ്.